കഴിഞ്ഞ ദിവസമായിരുന്നു സ്റ്റാർ മാജിക് ഫെയിം ഐശ്വര്യ രാജീവിന്റെ വിവാഹം. അർജുൻ എന്നാണ് ഐശ്വര്യയുടെ ഭർത്താവിന്റെ പേര്. എന്നാൽ ഭർത്താവിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഐശ്വര്യ വിവാഹത്തിന് മുൻപ് പങ്കുവച്ചിരുന്നില്ല. ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെക്കുറിച്ചും തങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ഐശ്വര്യ. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഐശ്വര്യ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത്. അർജുനെ കുറിച്ചും തങ്ങൾ കണ്ടുമുട്ടിയതിനെ കുറിച്ചും ഒക്കെ ഐശ്വര്യ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അർജുനും വീഡിയോയിൽ ഐശ്വര്യയ്ക്കൊപ്പം എത്തുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകളും കമന്റുകളും കണ്ടു. ആശംസകൾ അറിയിച്ചെത്തിയത് ഒരുപാട് പേരാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ടെന്നാണ് ഐശ്വര്യ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഭർത്താവിനെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നും കല്യാണത്തിന് മുൻപ് ആരാണെന്നോ എന്താണെന്നോ താൻ പറഞ്ഞിരുന്നില്ല. വളരെ പെട്ടെന്ന് തീരുമാനിച്ച കല്യാണമാണെന്നും പരമാവധി നീട്ടിവെക്കാൻ നോക്കിയതാണ്, പക്ഷെ ലീവ് കിട്ടാത്തതിനാൽ പെട്ടെന്ന് നടത്തുകയായിരുന്നുവെന്നും ഒക്കെ ഐശ്വര്യ പറയുന്നുണ്ട്. താൻ ജനിച്ചത് പത്തനംതിട്ടയിലാണ്, എന്നാൽ വളർന്നത് ഹൈദരാബാദിലായിരുന്നുവെന്നും ഇപ്പോൾ ഖത്തറിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നുവെന്ന് അർജുനും പറയുന്നുണ്ട്. ഭർത്താവിന് ക്യാമറയുമായോ മീഡിയയുമായോ യാതൊരു ബന്ധവുമില്ല, തന്നെ അറിയില്ലായിരുന്നുവെന്നും സ്റ്റാർ മാജിക് ഒന്നും കണ്ടിട്ടേയില്ലെന്നും താൻ ആർട്ടിസ്റ്റ് ആണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നുവെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. മാട്രിമോണി വഴിയാണ് ആലോചന വരുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ടതോടെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചാണ് കല്യാണത്തിലേക്ക് എത്തിയതെന്നും പക്ഷേ ഭർത്താവിന്റെ അമ്മയ്ക്ക് തന്നെ അറിയാമായിരുന്നുവെന്നും ഭർത്താവിന് ക്യാമറയൊന്നും പരിചയമില്ലാത്തതിനാൽ അതിൻ്റെതായ ചമ്മലൊക്കെ ഉണ്ടെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. കല്യാണത്തിന് ഒത്തിരി മീഡിയക്കാരുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഇതെന്താ ഇത്രയും ആൾക്കാർ, താനിതെങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ ഭർത്താവ് തനിക്ക് അപ്പുറത്തിരുന്ന് മെസ്സേജ് അയച്ചിരുന്നുവെന്നും അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും, ചേട്ടനും കുടുംബത്തിനും എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്നൊരു ആശങ്ക തനിക്ക് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വളരെ നീറ്റായി തന്നെ എല്ലാം നടന്നുവെന്നും എല്ലാം തന്റെ കൂടെ നിന്ന് കൈകാര്യം ചെയ്തുവെന്നും ഐശ്വര്യ അർജുനെ കുറിച്ച് പറയുന്നുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയുമാണുള്ളത്. ഒറ്റ മോനാണ് അദ്ദേഹം. പുള്ളിക്കാരൻ ഇൻട്രോവേർട്ട് ഒന്നുമല്ല, നന്നായി തന്നെ സംസാരിക്കുമെന്നും പക്ഷെ ക്യാമറ മീഡിയ ഒക്കെ വരുമ്പോൾ പിന്നിലോട്ട് മാറുമെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. ആദ്യം വിവാഹക്കാര്യം പറയുന്നത് സ്റ്റാർ മാജിക്കിലെ ആളുകളോടായിരുന്നു. അവർ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണം പോലെ തന്റെ കൂടെ നിന്നു. അതിലൊക്കെ ഭയങ്കര സന്തോഷമാണെന്നും ശ്രീവിദ്യയെയും ആലീസിനെയും ഒക്കെ താൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഐശ്വര്യ പറയുന്നുണ്ട്. മാത്രമല്ല ഇനി സ്റ്റാർ മാജിക്കിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തോടും ഐശ്വര്യ പ്രതികരിക്കുന്നുണ്ട്. ഇനി സ്റ്റാർ മാജിക്കിൽ തുടരില്ലേ, അഭിനയ മേഖലയിൽ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടെന്നും അതേക്കുറിച്ച് ഇപ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ലെന്നും തങ്ങളൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല, എല്ലാം വഴിയെ അറിയിക്കാമെന്നും താരം പറയുന്നുണ്ട്. തന്റെ വിവാഹം വളരെ മംഗളമായിട്ടാണ് നടന്നതെന്നും ഇത്രയൊന്നും താൻ പ്രതീക്ഷിച്ചതേയില്ല. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു എന്നറിയുന്നതിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും ഐശ്വര്യ നന്ദി പറയുന്നുമുണ്ട്. അതേസമയം വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്നയാളാണ് ഐശ്വര്യ. 3.5 വയസ്സിലാണ് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത്. ജയറാമും ഗീതു മോഹൻദാസും ഒന്നിച്ച പൗരൻ എന്ന ചിത്രത്തിൽ ഗീതുവിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഐശ്വര്യയായിരുന്നു. സുധാകർ മംഗളോദയത്തിന്റെ വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിന്റെ ആദ്യ സീരിയൽ. 4-ാം വയസ്സിലാണ് ഐശ്വര്യ സീരിയലിലേക്ക് എത്തുന്നത്. 40ഓളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റാർ മാജിക്കിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി ഐശ്വര്യ മാറുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.